അവൾ ഓടി കണ്ണന്റെ വീട്ടിലെത്തിയപ്പോൾ മുറ്റത്ത് ദേവൂട്ടി നിൽപ്പുണ്ടായിരുന്നു. തന്റെ ചെടികൾക്ക് വെള്ളമൊഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ ഉദ്യാനപാലക. എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടണത്? ദേവൂട്ടി ചോദിച്ചു. കവിത കവിത, നന്ദിനി നിന്ന് കിതച്ചു. ഏത് കവിത? സുധാകരൻ മാമന്റെ മോള് കവിതയോ? അവൾ ചത്തുപോയോ? ദേവൂട്ടി അതിശയിച്ചു. അതല്ലടി, കണ്ണന്റെ കവിത, മഞ്ചാടിയിൽ. നന്ദിനി ആഴ്ചപ്പതിപ്പ് ദേവൂട്ടിയുടെ നേരെ നീട്ടി. ദേവൂട്ടി ആഴ്ചപ്പതിപ്പ് വാങ്ങി മറച്ചു നോക്കി. ദാ ഇത്. നന്ദിനി കണ്ണന്റെ കവിത ദേവൂട്ടിക്ക് കാണിച്ചു കൊടുത്തു. ദേവൂട്ടി ആ കവിത വായിച്ചു. എന്നിട്ട് ദേഷ്യത്തിൽ പറഞ്ഞു, കണ്ണേട്ടനിങ്ങ് വരട്ടെ, 2 കൊടുക്കുന്നുണ്ട്. അതെന്തിനാ? നന്ദിനി ചോദിച്ചു. സരസ്വതി കോളേജിലെ ഒരു മാഷല്ലേ കണ്ണേട്ടൻ? എന്നിട്ട് പൈങ്കിളി വാരികയിൽ പ്രേമ കവിത എഴുതി വിട്ടിരിക്കുന്നു. ഞാനിനി എന്റെ കൂട്ടുകാരികളുടെ മുഖത്ത് എങ്ങനെ നോക്കും? പ്രേമ കവിത എഴുതാൻ ഇങ്ങേരാരെ ചങ്ങം പൊഴിയോ? കുടുംബത്തിൽ പിറന്നവർക്ക് പറ്റിയ പണിയാണോ ഈ പ്രേമവും കുന്തവും കുടച്ചക്രവും? ദേവു വയലന്റായി തുള്ളുകയാണ്. സംഗതി പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ നന്ദിനി പതിയെ അവിടെ നിന്ന് മുങ്ങി. ആഴ്ചപ്പതിപ്പ് വൈകിട്ട് വന്ന് വാങ്ങാം. ഇനി രമണി ചേച്ചിയോട് എന്തു പറയുമോ എന്തോ. നന്ദിനി പോകുന്നത് നോക്കി നിന്ന ദേവൂട്ടി സ്വയം പറഞ്ഞു, നന്ദിനി ചേച്ചിയുടെ ഈയിടെയായുള്ള പെരുമാറ്റം വശവിശാണല്ലോ. ഇങ്ങോട്ടുള്ള സ്ഥിരം വരവും കണ്ണേട്ടനെ കാണുമ്പോഴുള്ള നാണവും പരിഭ്രമവും. ദാ ഇപ്പോ കണ്ണേട്ടന്റെ കവിത വന്നു എന്ന് പറഞ്ഞു ഓടിപ്പാഞ്ഞുള്ള ഒരു വരവും. എന്റെ ദേവി, കാത്തു ചേച്ചിയും നന്ദിനി ചേച്ചിയും തമ്മിൽ ഒരു യുദ്ധം നടക്കുമോ? തുണികൾ കഴുകി അയയിൽ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നന്ദിനി. അപ്പോഴാണ് വീടിന് മുമ്പിലെ ഇടവഴിയിലൂടെ കണ്ണൻ നടന്നു വരുന്നത് അവൾ കണ്ടത്. അവളുടെ നെഞ്ച് പടപടാന്നിടിച്ചു. ഇതുവരെ കണ്ണനോട് സംസാരിച്ചിട്ടില്ല. ഒന്ന് മിണ്ടണം എന്ന ആഗ്രഹം കുറച്ചു നാളായി അവൾ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. അവൾ ആൺകുട്ടികളോട് സംസാരിച്ച് പരിചയമുള്ള ഒരാളല്ല. സ്ത്രീകളോട് പോലും ലബ്ധിച്ചു മാത്രമേ അവൾ സംസാരിക്കാറുള്ളൂ. കണ്ണനും അങ്ങനെ തന്നെ, സ്ത്രീകളോട് സംസാരിക്കാത്തവനാണ്. തൻ്റേതുപോലുള്ള സ്വഭാവം. അതുകൊണ്ടാണ് അവൾക്ക് കണ്ണനോട് ഒരു ഇഷ്ടം തോന്നിയത്. ഇഷ്ടം തോന്നാൻ അത് മാത്രമല്ല കാരണം. പ്രണയം ഒരു കാട്ടുതീയാണ്. ആ തീ കത്തിത്തുടങ്ങാൻ ഒരു തീപ്പൊരി വേണം. കൗമാര മനസ്സിൽ ചെറിയ ഒരു തീപ്പൊരി മതി വലിയൊരു അനുരാഗ തീ പടർന്ന് കത്തിത്തുടങ്ങാൻ. അങ്ങനെയൊരു തീപ്പൊരി നന്ദിനിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തത് ഗിരീഷിന്റെ സഹോദരി മഞ്ജു ആയിരുന്നു. അമ്പലത്തിൽ വച്ച് കാത്തുവിനെ നോക്കി കമന്റ് അടിച്ചതിന് ഗിരീഷിനെ കണ്ണൻ തല്ലിയിരുന്നുവല്ലോ. കാത്തുവിന്റെ കാര്യം പറയാൻ പറ്റാത്തത് കൊണ്ട് കുമാരേട്ടനെ പിടിച്ചു മാറ്റിയ കാരണം പറഞ്ഞാണ് ഗിരീഷിനെ കണ്ണൻ തല്ലിയത്. ആ ദേഷ്യത്തിൽ കണ്ണന് കുമാരേട്ടന്റെ മകൾ നന്ദിനിയോട് ലവ് ഉള്ളത് കൊണ്ടാണ് തന്നെ അവൻ തല്ലിയതെന്ന് ഗിരീഷ് പലരോടും പറഞ്ഞു. സ്വന്തം വീട്ടിലും പറഞ്ഞു. അങ്ങനെയാണ് മഞ്ജു അതറിഞ്ഞത്. അതൊരു കള്ളക്കഥയാണെന്നറിയാതെ അവൾ ഉടനെ നന്ദിനിയോട് പറയുകയും ചെയ്തു. കണ്ണനും കാത്തുവും പ്രണയത്തിലാണെന്ന കാര്യം അവർക്കാർക്കും അറിയുമായിരുന്നുമില്ല. നന്ദിനി ആദ്യം അത് ചിരിച്ചു തള്ളിയതേ ഉള്ളൂ. പക്ഷെ ആ കൗമാരക്കാരിയുടെ മനസ്സിൽ ഒരു തീപ്പൊരി വീണ് കഴിഞ്ഞിരുന്നു. കാണാൻ കൊള്ളാവുന്ന ഒരാൾ ഇഷ്ടമാണെന്ന് പറയുക കൗമാര മനസ്സിന് എതിർത്ത് തോൽപ്പിക്കാനാവുന്ന പ്രലോഭനമാണോ അത്? കണ്ണനെക്കുറിച്ച് നന്ദിനിക്ക് നല്ല മതിപ്പായിരുന്നു. നന്നായി പഠിക്കുന്ന, യാതൊരു ചീത്ത കൂട്ടുകെട്ടിലും പെടാത്ത, പെമ്പിള്ളാരെ വായി നോക്കാത്ത മാന്യനായ ചെറുപ്പക്കാരൻ. ഒരു ചെറിയ ഇഷ്ടം അവളിലും കൂടുകൂട്ടി തുടങ്ങി. അത് പതിയെ വളർന്നു. ഒടുവിൽ അവളുടെ മനസ്സ് മുഴുവൻ അവൻ മാത്രമായി. കണ്ടോ, ഒരു തീപ്പൊരി കാട്ടുതീയായി പടർന്നത്. നന്ദിനി വേലിക്കരികിലേക്ക് ചെന്നു. നന്ദിനിയെ ശ്രദ്ധിക്കാതെ നടന്നു പോവുകയായിരുന്നു കണ്ണൻ. അവൾ മനസ്സിൽ പറഞ്ഞു, എന്നോടുള്ള ഇഷ്ടം ഇവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞുകൂടെ? ഇതിപ്പോ കരക്കാര് പറഞ്ഞാണല്ലോ ഞാൻ അറിഞ്ഞത്. എടാ സഭാകമ്പക്കാരാ, മുഖത്തേക്കെങ്കിലും ഒന്ന് നോക്ക്. കണ്ണന്റെ ശ്രദ്ധയാകർഷിക്കാനായി അവളൊന്ന് മുരടനക്കി. കണ്ണൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് നടത്തം തുടർന്നു. കണ്ണേട്ടാ, ഒന്ന് നിന്നേ എന്നവൾ പറഞ്ഞു. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. വെപ്രാളവും വിറയിലും മൂലം നാവ് തൊണ്ടക്കുഴിയിൽ കുടുങ്ങി നിൽക്കുകയാണ്. അവൾ ഒരു ദീർഘശ്വാസം എടുത്തു. എന്നിട്ട് ഒന്നുകൂടെ ശ്രമിച്ചു. ഇത്തവണ കണ്ണേട്ട എന്ന വാക്ക് അവൾ വെട്ടിക്കളഞ്ഞു. പരിഭ്രമം മൂലം കാലക്കേടിന് അത് വല്ല തെറിയോ മറ്റോ ആയി പുറത്തു വന്നാലോ? അപ്പ തീരും പ്രണയം, റിസ്ക് എടുക്കണ്ട. ഒന്ന് നിന്നേ, അവൾ ശക്തി കൂട്ടി വിളിച്ചു. ഭാഗ്യത്തിന് ഇപ്പോ ശബ്ദം പുറത്തു വന്നു. പക്ഷേ ഒച്ച ഇത്തിരി കൂടിപ്പോയി. അത്യുച്ചത്തിലുള്ള ആ ശബ്ദം കേട്ട് കണ്ണൻ ഞെട്ടിപ്പോയി. താൻ എന്തെങ്കിലും അപരാധം ചെയ്തോ എന്ന ആശങ്കയോടെ കണ്ണൻ അവളെ നോക്കി. കവിത വായിച്ചു, നന്നായിട്ടുണ്ട്, അവൾ പതർച്ചയോടെ പറഞ്ഞു. ഹോ, ഇതായിരുന്നോ കാര്യം? ആശ്വാസമായി, അവൻ പറഞ്ഞു. താങ്ക് യു. അവൾ ചിരിച്ചു. ആ ചിരി മടക്കി കൊടുത്ത ശേഷം അവൻ തിരിഞ്ഞു നടന്നു. അവൾക്ക് ഇനിയും എന്തൊക്കെയോ പറയണമെന്നും മിണ്ടണമെന്നും ഉണ്ടായിരുന്നു. കണ്ണൻ അധികം സംസാരിക്കാത്ത ആളാണെന്ന് അവൾക്കറിയാം. പെൺകുട്ടികളോട് മിണ്ടാത്ത നാണക്കാരനാണെന്നും അറിയാം. പക്ഷേ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയാൻ ഇനിയും വൈകുന്നതെന്ത്? കണ്ണന്റെ അച്ഛനും അമ്മയ്ക്കും തന്നെ വലിയ കാര്യമാണ്. തന്റെ അച്ഛന് കണ്ണനെയും വലിയ ഇഷ്ടമാണ്. പിന്നെ പേടിക്കാൻ എന്തിരിക്കുന്നു? ഇന്നല്ലെങ്കിൽ നാളെ കണ്ണനത് പറയുമായിരിക്കും. കാത്തിരിക്കാൻ അവൾ ഒരുക്കമായിരുന്നു. ഒരു വിടുവായൻ പറഞ്ഞ പൊള്ളത്തരത്തിൽ പിടിച്ച് താനൊരു കോമാളി വേഷം ആടുകയാണെന്നറിയാതെ പ്രണയാർദ്രമായ മിഴികളോടെ കണ്ണൻ പോകുന്നതും നോക്കി അവൾ നിന്നു.